എന്നെ രക്ഷിക്കണം ജീപ്പി, അവരെന്നെ കൊല്ലാൻ വരുന്നു. ഈ ജീപ്പിക്കെതിരെ നാളെ കോടതിയിൽ മൊഴി കൊടുക്കാമെന്ന് സമ്മതിച്ചവനാ നീ. നിന്നെ എന്നേക്കുമായി രക്ഷിക്കാനാ ഞാൻ വന്നത്. തമ്പേരിൻ താളം കേട്ടേ തന്നാരം പാട്ടും കേട്ടേ തഞ്ചത്തിൽ പിന്നം പിന്നം അങ്കച്ചോടാടാൻ വായോ. തമ്പേരിൻ താളം കേട്ടേ തന്നാരം പാട്ടും കേട്ടേ. തമ്പേരിൻ താളം കേട്ടേ തന്നാരം പാട്ടും കേട്ടേ തഞ്ചത്തിൽ പിന്നം പിന്നം അങ്കത്തോടാടാൻ വായോ. തഞ്ചത്തിൽ പിന്നം പിന്നം അങ്കത്തോടാടാൻ വായോ. താതിരി തരികിടതും ഇരുതുടിതൻ നടതുടര് നടതുടര്. താതിരി തരികിടതും ഇരുതുടിതൻ നടതുടര് നടതുടര്. മഞ്ചാടിക്കുരുക്കുരുന്നേ മാരേയെ കണിത്തിടമ്പേ മല്ലാച്ചി മധുര മീനാച്ചി പരമ്പൊരുളേ കാമാച്ചി കമലദലാച്ചി വരം തരണേ. കണ്ണാടി കവിൾ മിനുക്കി കണ്ണേറിൻ തിരയിളക്കി ശൃംഗാര പദമിടഞ്ഞാടി ഇവളിവന്റെ നെഞ്ചാകെ കളിയരങ്ങാക്കി. ശിവ ശിവനെ മഞ്ചാടിക്കുരുക്കുരുന്നേ മാരേയ കണിത്തിടമ്പേ മല്ലാച്ചി മധുര മീനാച്ചി പരമ്പൊരുളേ കാമാക്ഷി കമലദലാച്ചി വരം തരണേ. കോമൽക്കലാലയം ധന്യമാക്കും കോമള താമര പൈതങ്ങളെ. കോമൽക്കലാലയം ധന്യമാക്കും കോമള താമര പൈതങ്ങളെ. നിങ്ങൾക്കു വെൽക്കം നവവസം നമ്മൾ അലക്കും. ഇവിടുത്തെ ബോറത്തരമേറുന്നൊരു പീറച്ചെറു വാദ്യാന്മാർക്കാവോളം പാരകൾ നാം പണിയും. നമുക്കാവോളം പാരകൾ നാം പണിയും. നമുക്കാവോളം പാരകൾ നാം പണിയും. വർണ്ണരാജികൾ മിന്നിമായുമേൻ വർണ്ണരാജികൾ മിന്നിമായുമേൻ
പാണ്ടിച്ചെണ്ടയും പറക്കുടുക്കയും തുടി തുടിക്കുമ്പം കോലം കെട്ടിയ പുതുമുറയുടെ നെഞ്ചില്ലമ്മാനം തുറുങ്കിന്റെ കാവൽ പട്ടാളം കളിക്കളം മാറ്റും കട്ടായം തങ്കക്കരവാളെടുത്തും അങ്കക്കലി പോർ വിളിച്ചും തങ്കക്കരവാളെടുത്തും അങ്കക്കലി പോർ വിളിച്ചും പടയണി കൂട്ടമെങ്ങോട്ട് കളിക്കളം മാറ്റും കട്ടായം പാണ്ടിച്ചെണ്ടയും പറക്കൊടുക്കയും തുടി തുടിക്കുമ്പം കോലം കെട്ടിയ പുതുമുറയുടെ നെഞ്ചില്ലമ്മാനം പാണ്ടിച്ചെണ്ടയും പറക്കൊടുക്കയും തുടി തുടിക്കുമ്പം കോലം കെട്ടിയ പുതുമുറയുടെ നെഞ്ചില്ലമ്മാനം പാണ്ടിച്ചെണ്ടയും പറക്കൊടുക്കയും തുടി തുടിക്കുമ്പം കോലം കെട്ടിയ പുതുമുറയുടെ നെഞ്ചില്ലമ്മാനം പാണ്ടിച്ചെണ്ടയും പറക്കൊടുക്കയും തുടി തുടിക്കുമ്പം കോലം കെട്ടിയ പുതുമുറയുടെ നെഞ്ചില്ലമ്മാനം. Sit on. ഫസ്റ്റ് കേസ് ഫസ്റ്റ് അവൾ തന്നെ ഇങ്ങനെ ചിരിക്കണ്ട കേട്ടോ. അങ്ങനെ ചിരിക്കണം എന്നുള്ളവര് ഇങ്ങനെ ചിരിച്ചോളൂ. Silence. Well, to begin with, I am Professor Ishra Menon, teaching you general laws, criminal laws, and many other laws. ആരാടാ എന്നെ അച്ഛാന്ന് വിളിച്ചത്? Stand up. You stand up. എന്താ തന്റെ പേര്? നമ്പീശൻ. എന്ത് നമ്പീശൻ? ഇങ്ങനെ വാലും തലയില്ലാത്ത നമ്പീശനാ? തലയുണ്ട് സാർ, പക്ഷെ വാലില്ല. വാലില്ലെന്ന് വെച്ചിട്ട് ഇപ്പൊ നിനക്കതൊരു കുറവേ ഇല്ല. എന്താ കുറക്കാൻ നിന്റെ ഫുൾ നെയിം? ഇളന്തല മനക്കിൽ ഗോവിന്ദൻ നമ്പീശൻ. ഇളന്തല മനക്കിൽ കോന്തൻ നമ്പീശൻ ഡിഗ്രിക്ക് എന്താ പഠിച്ചത്? ഇങ്ങനെ ഇരിക്കാനാ? അല്ല സാർ, ചരിത്രം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ വർഷം ഏതാ? സാർ ഒരു സംശയം. വെരി ഗുഡ്, ചോദിച്ചോളൂ. സാർ, ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ പ്രയോഗത്തിന് പ്രസക്തിയില്ല സാർ. കാരണം പുള്ളിക്കാരൻ കപ്പലിൽ നിറങ്ങുമ്പോൾ ആദ്യം വടിയാ കുത്തിയത്, വയസ്സായതുകൊണ്ട്. പിന്നെ കാലുകുത്തിയത്. ആരും ചിരിക്കേണ്ട ഇവിടെ. ഇബ്നു ബത്തൂത്തയുടെ കാലത്ത് വയസ്സന്മാർക്ക് കുത്താനുള്ള വടി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ആ കാര്യത്തെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂം ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇരിടാ അവിടെ. വെൽ, ടു ബിഗിൻ വിത്ത്, സാർ ഒരു ചെറിയ സംശയം. എന്താണ് നിന്റെ ചെറിയ സംശയം? നിന്നെ എവിടെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. സാറിന്റെ പേര് പറഞ്ഞത് ഈശ്വരമേനോൻ എന്നാണല്ലേ? അതിനിപ്പോ എന്താ? ഒന്നുമില്ല സാർ, ഓർഡർ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയാനാ. പ്ലീസ് ഒരു മിനിറ്റ് നേരം ഇവിടെ ഒരു ശാന്തി നികേതനമാക്കി തരൂ. ഒന്ന് സൈലന്റ് ആവും കുട്ടികളെ. നല്ല വാസനയുള്ള ചിത്രകാരൻ. നീ ഫസ്റ്റ് ഇയർ അല്ലല്ലേ? അല്ല സാർ, ഞാൻ കുട്ടപ്പനാ, ഫൈനൽ ഇയർ. എനിക്ക് സാറിന്റെ ക്ലാസ് വലിയ ഇഷ്ടം. മക്കളെ കുട്ടപ്പ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ. അല്ല അതങ്ങനെ. ഞാൻ ഈ പണിക്ക് വന്നിട്ട് കുറെ നാളായി. ബോർഡ് വെച്ചിട്ട് ഇറങ്ങി പോടെ. എല്ലാരും ഒന്ന് വിസിലടിച്ചേ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ വിസിലടിക്കേണ്ടത്. എന്താ ഇതുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ്സിൽ വായിക്കാൻ പറ. ചെല്ലേ. ഒരു സെക്കൻഡ്. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? സാർ, വിസിലടിക്കുന്ന കാര്യ. അതെ. ചിരിച്ചത് മതി. വെൽ, ടു ബിഗിൻ വിത്ത്, സാർ നോട്ടീസ്. അതെ, നിയമം പഠിക്കുമ്പോ നമ്മൾ നോട്ടീസുകളെ കുറിച്ച് പഠിക്കും. ലൈക്ക് ലീഗൽ നോട്ടീസ്, അതായത് വക്കീൽ നോട്ടീസ്. Then there are so many other types of notices, such as show cause notice, notice of contempt, notice of confiscation,
നല്ല ഫ്ലോ ആയിട്ട് പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ തുടങ്ങി. ഇതെന്തുകൊണ്ടാ നോട്ടീസാണോ? ആ പ്രിൻസിപ്പളിന്റെ അസുഖത്തിന് കുറവൊന്നുമില്ലേ? സൈലൻസ് സൈലൻസ്. സാർ പപ്പന്റെ നോട്ടീസാ. എന്നാ പിന്നെ തനിക്ക് നേരത്തെ പറഞ്ഞോണ്ടായിരുന്നു. ഫസ്റ്റ് അവർ കട്ട് ചെയ്ത് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ കൃത്യം 10:30 ഓഡിറ്റോറിയത്തിൽ ഹാജരാവുക. NB ആൺകുട്ടികൾ മാത്രം. പപ്പൻ. ഓക്കെ, കട്ട് ചെയ്തോളൂ, കട്ട് ചെയ്തോളൂ, എല്ലാരും കട്ട് ചെയ്തോളൂ. അല്ല, ഇതൊരിക്കലും ഒരു വാഗിങ്ങയല്ല. എന്റെ പിഞ്ചു സഹോദരന്മാരെ, നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ 1ാം വർഷ നിയമ വിദ്യാർത്ഥികൾ സ്വന്തം കുപ്പായങ്ങളും കളസങ്ങളും ഊരിയെറിയുന്നതിലൂടെ ലോക മാനവികതയുടെ മുന്നിൽ ഇന്നോളം അടഞ്ഞു കിടന്നിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ വാതായനങ്ങൾ ഇതാ മലർക്ക തുറക്കുകയാണ്. അതെ, കോളേജിൽ നാം ഇന്ന് ആഫ്രിക്കാ ദിനം ആചരിക്കുന്നു. ആഫ്രിക്കയിലെ പട്ടിണിക്കാടുകളിൽ വെള്ളക്കാരനെതിരെ പൊരുതി മരിച്ചു വീഴുന്ന അപ്പവും വസ്ത്രവുമില്ലാത്ത 10,000ങ്ങളുടെ നഗ്നമായ പോരാട്ടത്തിൽ നമ്മളിതാ അതേ നാണയത്തിൽ അഭിവാദ്യം. മതിയടേ, നിർത്ത്, ഓവറാക്കി ചളമാക്കാതെ. അയച്ചേ അയച്ചേ. അനിയ, ഇവർക്കൊക്കെ ഊരാമെങ്കിലേ നമ്മളായിട്ട് എന്തിനാ വെറുതെ ഈ ചടങ്ങിന്റെ പേരിൽ തെറ്റുന്നേ? അഴിച്ചേളാ, അഴിക്കടാ. എടേ, പപ്പം വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഊരി യൂണിഫോമിൽ നിൽക്കുന്ന ഭംഗി, അല്ലെങ്കിൽ മൊത്തം ചളവളാവും. ഊരടാ. എന്താടാ, നിനക്ക് മേലിന് ഉത്തരവ് വേണം അല്ലേ? അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഊരുന്നതിനാ? അത് നിങ്ങൾ അഴിക്ക്. ഊരേണ്ട കാലത്ത് ഞങ്ങൾ കുറെ ഊരിയതാ. എന്തായാലും പന്നത്തരത്തിൽ ഞങ്ങളില്ല. എന്താടാ, ഇവർക്കാർക്കും ഇല്ലാത്ത പോലെ ഉണ്ടോ നിനക്ക് ഇങ്ങനെ മൂടി പറഞ്ഞു നിൽക്കാൻ? എന്നാലൊന്ന് കാണണമല്ലോ. ലോ കോളേജൊക്കെ ആകുമ്പോ ഇങ്ങനെ പലതും സംഭവിച്ചു എന്നിരിക്കും. അതൊക്കെ അതിന്റേതായ സ്പിരിറ്റിൽ എടുക്കാൻ പഠിക്കണം. അതറിയാതെ അങ്ങോട്ട് കുഴപ്പത്തിന് ചെല്ലുമ്പോഴാ കാര്യങ്ങൾ ഇത്ര വഷളാകുന്നത്. അവൻ എന്ത് കുഴപ്പം കാണിച്ചെന്നായി പറയുന്നേ? എന്താ ചെയ്തതെന്ന് അവന് തന്നെ അറിയാം, ചോദിക്കേ. മുതിർന്ന കുട്ടികൾക്ക് എന്തും ആവാമെന്നുള്ള അഹങ്കാരമാവും, അല്ലാതെന്താ? സാവിത്രി, 10-30 കൊല്ലം ഒരു കോളേജ് പഠിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോന്നവനാ ഞാൻ. എനിക്കറിയാം കുട്ടികളുടെ സൈക്കോളജി. ലോ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാലേ നീ വിചാരിക്കുന്ന മുട്ടാളന്മാരൊന്നും അല്ല. ഉണ്ണി, നീ അത്രയ്ക്കങ്ങ് ഇന്നസെന്റ് ആണെങ്കിൽ കോളേജ് അതോറിറ്റീസിനോട് കംപ്ലൈന്റ് എഴുതി കൊടുത്തുകൂടായിരുന്നോ? എഴുതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല അമ്മാവ, അവരൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അവനവന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് വരുമ്പോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ ഒരുപാട് തോന്നിയതുപോലെ അതൊന്നും കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ഹരിയേട്ടൻ ബോംബെയിലായി പോയത് കൊള്ളാം, അല്ലെങ്കിൽ കിട്ടിയേനെ. ഇന്ന് അച്ഛൻ തന്നതിന്റെ ബാക്കി കിട്ടിയേനെ. ഒലക്കേടം ഒന്ന് പൊടി. ആ വലിച്ചു കയറിയ ഷർട്ടിന്റെ ബാലൻസ് ഒന്ന് തരുമോ ഉണ്ണിയേട്ടാ? വെറുതെ ഒന്ന് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെക്കാനാ, ഒരു ഓർമ്മയ്ക്ക്. ഇന്നിതുപോലെ മറ്റു കുട്ടികളുടെ മുന്നിൽ ജാട കാണിക്കാൻ നോക്കിയതാ പ്രശ്നമായതല്ലേ? വെറുതെ അല്ല അച്ഛൻ വഴക്ക് പറയുന്നത്. കഴിഞ്ഞല്ലോ, നിന്റെ അച്ഛന്റെ കൊച്ചു വർത്താനം പ്രാധാന്യം പോകുന്നുണ്ടോ നീ? പിന്നെ അച്ഛാ, അത് ഫൗളാ. ഉണ്ണേട്ടനോട് ഇങ്ങനെയൊക്കെ പറയാൻ ചേച്ചിക്ക് അവകാശം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ചൂടാവുന്നേ? ഓഹോ, നിന്നോട് ആര് പറഞ്ഞു അവകാശത്തിന്റെ കാര്യമൊക്കെ? എനിക്കറിയാലോ, ആരും പറയാതെ തന്നെ. ഒന്ന് പോകുന്നുണ്ടോ? പറു മതി കേട്ടാ, ദേഷ്യം വന്നിരിക്കുക. വേണ്ട വേണ്ട, നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് എന്ന് വല്ലതും വാങ്ങിക്കരുത് അവന്റെ കയ്യിൽ നിന്ന്. ഉണ്ണേട്ടന്റെ വക്കീൽ വന്നു. ദേഷ്യം വന്ന് എന്തെങ്കിലും പറയുമ്പോ കേൾക്കുന്നവർക്ക് എത്രയാ നോവെന്ന് അറിയില്ല നിന്റെ അച്ഛന്. ആ, അച്ഛന്റെ കുറ്റം വരെയായി. ഇനി തുടങ്ങും അമ്മ. അറിയോ നിനക്കൊക്കെ? സുജാതയും മാധവേട്ടനും മരിച്ച് ഉണ്ണിയും ഹരിയും കൊണ്ടുവരുമ്പോ ദേ ഇത്രയേ ഉള്ളൂ ഇവൻ. കണ്ണും മയങ്ങി പറ്റിക്കിടന്നു. എന്റെ നിർത്ത്, വിളിക്കണോ നിന്റെ അച്ഛനെ? ഇത് അതിലും ഭേദം. ഇപ്പോ മനസ്സ് വിഷമിക്കുന്നുണ്ടല്ലേ? എന്തിന്? നല്ലൊരു ദിവസമായിട്ട് അവന് വെറുതെ ശാസിച്ചേന്. വല്ലാത്ത സങ്കടമായിപ്പോയി അവന്, പാവം.
മരിച്ചുപോയ പെങ്ങടെ കുട്ടികളെ ഏറ്റെടുക്കുമ്പോ അവരുടെ അച്ഛന്റെ സ്വത്ത് മോഹിച്ചിട്ടെന്നാ എല്ലാരും പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അനാഥാലയത്തിലാക്കിക്കൂടെന്നാ അവരുടെ വലിയച്ഛൻ പോലും ഒന്ന് ചോദിച്ചത്. എങ്കിലേ അച്ചടക്കം പഠിക്കുള്ളത്രേ. ഇപ്പോഴും ഹരി ഉണ്ണിയും വഴിതെറ്റുന്നത് കണ്ടിട്ട് ഭാസ്കരൻ നായർക്ക് തെറ്റുപറ്റിയെന്ന് സ്ഥാപിക്കാനിരിക്കുക അവരെല്ലാം. നമ്മുടെ കുട്ടികൾ അങ്ങനെയൊന്നും ആവില്ല. ഹരിക്ക് അപ്രായം കടന്നുപോയി. പക്ഷെ പറക്കമുറ്റും തോറും ഉണ്ണിയുടെ കാര്യത്തിൽ എനിക്ക് പേടി. വാരിക്കോരി സ്നേഹം കൊടുത്തതുകൊണ്ട് ഒരു ചെറിയ കാര്യം മതി അവന് പിണങ്ങാൻ. നിനക്കറിയാലോ, ഈ ശാസിക്കലല്ലാതെ മറ്റൊരു വിധത്തിലും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല. ഉള്ളില് സ്നേഹമില്ലാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം. പക്ഷെ കുട്ടികൾക്കത് മനസ്സിലാവണമെന്നില്ലല്ലോ. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഉടുപ്പൂരാൻ അവന്മാര് പറഞ്ഞപ്പോ തനിക്ക് ആ ഉടുപ്പം ഊരിയ പോരായിരുന്നു ഉണ്ണികൃഷ്ണ. വെറുതെ എന്തിനാ താൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? ഈ റാഗിങ്ങിനെ കുറിച്ച് പരാതിയും കൊണ്ട് വരുന്നവരാ പിന്നെ റാഗിങ് വീരന്മാരാവുന്നത്. ആ പോട്ടെ കാണാം. സർ, ഞാൻ ഇതിന്റെ പേരിൽ ഞാൻ നടപടിയെടുക്കാൻ പോയാല് പിന്നെ എന്റെ ഉടുപ്പായിരിക്കും അവൻ വലിച്ചിരുന്നത്. അതാ പപ്പൻ. അവൻ അങ്ങനെ ഒരു പോക്രിയ. ആ താനിതങ്ങ് മറന്നത് അതാ ബുദ്ധി. ഒരു ചെറിയ സംഭവം മതി ഉണ്ണികൃഷ്ണ, അതിങ്ങനെ പൊട്ടിക്കിളർത്ത് വലിയ സംഭവമായി മാറും. യുദ്ധങ്ങളൊന്നും തുടങ്ങുന്നത് അങ്ങനെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വിട്ടതിന്റെ പുറകിലുള്ള ചെറിയ കാര്യം എന്തായിരുന്നു അറിയാമോ തനിക്ക്? അല്ല, സാറിന് അടുത്തവർ ക്ലാസ് ഇല്ലേ? ഊവല്ലോ. നിന്റെ കുരുട്ട് ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ച പോലെ നമ്പീശ ആളാവല്ലേ. ആ, ഇയാൾ പേടിക്കണ്ട. ഒരു ജാതി സാധനമാ പപ്പൻ. ഈ സിറ്റിയിലുള്ള മുച്ചിട്ടളിക്കാരും പോക്കറ്റടിക്കാരും അടക്കം സകല ക്രിമിനൽസ് അവന്റെ ആൾക്കാരാ. യുദ്ധം തുടങ്ങിപ്പോയാൽ പിന്നെ ഒരു കരുതൽ പാടായിരിക്കും. പിന്നെ ഒരു പപ്പനെ അങ്ങനെ അങ്ങ് പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പേടിച്ചിട്ടല്ലെങ്കിൽ പിന്നെ അരഞ്ഞാണ ചേടും പൂണൂനും ഒഴിച്ചുള്ള സകല ജോലി അഴിച്ച് അവന്റെ മുന്നിൽ പിറന്നപടി നീ എന്തിനാ നിന്നു കൊടുത്തത്? ആളുകളെ ധൈര്യമാണോ? ധൈര്യം. ഞാനൊരു കാര്യം മറന്നു. പ്രിൻസിപ്പളുമായിട്ട് അത്യാവശ്യമുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ വരാം. നിങ്ങളോട് സംസാരിച്ചേക്ക്.